മടിയനായ വ്യാപാരി. ജനക്പൂർ എന്ന ഗ്രാമത്തിൽ ഒരു മടിയനായ വ്യാപാരി താമസിച്ചിരുന്നു. അയാൾ ഒരു പണിയും ചെയ്യില്ലായിരുന്നു. തന്റെ ജോലികളൊന്നും സ്വയം ചെയ്യാതെ എല്ലാ പണികളും അദ്ദേഹം പണിക്കാരെ ഏൽപ്പിക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ മാനേജർ ശ്യാമാണ് നോക്കിയിരുന്നത്. എന്നാൽ അയാൾ ഒരു ചതിയനായിരുന്നു. അയാൾ വളരെ അത്യാഗ്രഹിയായിരുന്നു. വ്യാപാരിക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോൾ ശ്യാം വളരെയധികം സന്തോഷിച്ചു. അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഇനി മുതലാളിയുടെ ഗോഡൌണിലെ സാധനങ്ങളെല്ലാം മറിച്ചു വിറ്റ് ഒരുപാട് കാശുണ്ടാക്കും. സാധനങ്ങൾ ആവശ്യപ്പെട്ടു വരുന്നവർക്ക് അദ്ദേഹം ഗോഡൌണിന്റെ പുറകുവശത്തു കൂടി ആരും അറിയാതെ അവർക്ക് മറിച്ചു വിൽക്കുമായിരുന്നു. വ്യാപാരിക്ക് മനസ്സിലായി ഗോഡൌണിൽ എന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ടെന്ന്. അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതുവരെ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ഞാൻ ഗോഡൌണിൽ പോകാതിരുന്നതുകൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അദ്ദേഹം വളരെ ആകുലനായി. അദ്ദേഹം ഗോഡൌണിൽ ചെന്ന് രജിസ്റ്റർ ബുക്കുകളെല്ലാം പരിശോധിച്ചു. പക്ഷേ എല്ലാം കൃത്യമായിരുന്നു. അദ്ദേഹം ആലോചിച്ചു, രജിസ്റ്ററിലെല്ലാം കൃത്യം തന്നെയാണല്ലോ, എന്നിട്ട് എന്താ വരുമാനത്തിൽ ഇത്രയും കുറവ് സംഭവിച്ചത്? ഒരു ദിവസം വ്യാപാരിയുടെ സുഹൃത്ത് വ്യാപാരിയെ കാണാനായി എത്തി. അയാൾ വ്യാപാരിയോട് ചോദിച്ചു, എന്തു പറ്റി? നീ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്താണ്? എന്തായാലും എന്നോട് പറയൂ. വ്യാപാരി തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, എന്റെ ഗോഡൌണിൽ നിന്നുള്ള വരുമാനം വളരെയധികം കുറയുന്നു. രജിസ്റ്ററിലെല്ലാം കൃത്യം തന്നെയാണ്, പക്ഷെ ഇത്രയധികം നഷ്ടം, സാധനങ്ങളെല്ലാം എവിടെ പോകുന്നതെന്ന് ഒരു പിടുത്തവുമില്ലെന്നേ. വ്യാപാരിയുടെ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ പരിചയത്തിൽ ഒരു സന്യാസിയുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ നിന്റെ വിഷമങ്ങളെല്ലാം മാറ്റാൻ സാധിക്കുമായിരിക്കും. ലാല തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ശരി, എന്നാൽ എന്നെ വേഗം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് എത്തിക്കൂ. വ്യാപാരിയുടെ സുഹൃത്ത് സ്വാമിജിയുടെ വിലാസം പറഞ്ഞുകൊടുത്തു. സന്യാസി മലയടിവാരത്ത് ഒരു കുടിലിലാണ് താമസിച്ചിരുന്നത്. വ്യാപാരി രാവിലെ തന്നെ സന്യാസിയെ കാണാനായി പുറപ്പെട്ടു. എന്നിട്ട് സന്യാസിയോട് തന്റെ സങ്കടങ്ങൾ പറഞ്ഞു. സന്യാസി പറഞ്ഞു, നീ വിഷമിക്കാതിരിക്കൂ. ഞാൻ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം തന്നുവിടാം. നീ അതിൽ നിന്നും എന്നും വെള്ളം കുടിക്കണം. അങ്ങനെ നിന്റെ ആരോഗ്യവും നിന്റെ ബിസിനസ്സും നന്നായി വരും. പക്ഷേ ആ ജലം ശേഖരിക്കുന്നതിന് നീ തന്നെ എന്നും വെളുപ്പിന് എന്റെ അടുത്ത് വരണം. വ്യാപാരി പറഞ്ഞു, സ്വാമി, ഞാൻ എന്റെ വേലക്കാരനെ വിട്ട് അങ്ങിൽ നിന്നും ജലം ശേഖരിച്ചാൽ പോരെ? സന്യാസി പറഞ്ഞു, പോരാ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ജലം ശേഖരിക്കാൻ നീ തന്നെ ഇവിടെ നേരിട്ട് വരണം. അപ്പോ വ്യാപാരി പറഞ്ഞു, ശരി ശരി സ്വാമി, അങ്ങ് പറയുന്ന പോലെ ചെയ്യാം. പിറ്റേന്ന് രാവിലെ വെള്ളമെടുക്കാനായി വ്യാപാരി പോയി. പോകുന്ന വഴിക്ക് തന്റെ തൊഴുത്തിൽ നിന്നും പണിക്കാർ പാലുമായി അവരുടെ വീടുകളിലേക്ക് പോകുന്നത് കണ്ടു. ബാക്കി കുറച്ചു പാൽ വിൽപ്പനയ്ക്കായും വെച്ചിരിക്കുന്നു. വ്യാപാരി അയാളോട് ദേഷ്യപ്പെട്ടു. പണിക്കാരൻ പേടിച്ച് അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു. വ്യാപാരി പറഞ്ഞു, ഇനി ഇങ്ങനെ സംഭവിച്ചാലുണ്ടല്ലോ, നിന്നെ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചുവിടും. പാല് വേണമെങ്കിൽ ചോദിച്ചിട്ടെടുക്കാം, അല്ലാതെ മോഷ്ടിക്കുകയല്ല വേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വ്യാപാരി സന്യാസിയുടെ കുടിലിലേക്ക് പോയി. സന്യാസി വ്യാപാരിക്ക് കുറച്ച് വെള്ളം കൊടുത്തു. അദ്ദേഹം ആ വെള്ളം കുടിച്ച് വീട്ടിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ വ്യാപാരി വെള്ളം ശേഖരിക്കുന്നതിനായി സന്യാസിയുടെ കുടിലിലേക്ക് പോയി. അദ്ദേഹം ആലോചിച്ചു, പോകുന്ന വഴിക്ക് ഗോഡൌണിലൊന്ന് കയറിയിട്ട് പോവാം. അദ്ദേഹം ഗോഡൌണിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഗോഡൌണിൽ നിന്നും കുറെ സാധനങ്ങൾ ലോറിയിൽ കയറ്റി എങ്ങോട്ടോ അയക്കുന്നതായാണ് കണ്ടത്. ഇത് കണ്ട് അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം മാനേജരോട് ദേഷ്യപ്പെട്ടു. എന്താ ഇവിടെ നടക്കുന്നത്? ഗോഡൌണിലുള്ള എന്റെ സാധനങ്ങൾ ചോദിക്കാതെ എവിടേക്കാണ് നീ അയക്കുന്നത്? മാനേജർ വ്യാപാരിയുടെ കാലിൽ പിടിച്ചു കരഞ്ഞു. എന്നിട്ട് ക്ഷമ ചോദിച്ചു. മുതലാളി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റുപറ്റിപ്പോയി. വ്യാപാരി മാനേജർക്ക് മാപ്പ് കൊടുക്കാതെ അദ്ദേഹത്തെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്നിട്ട് സന്യാസിയുടെ അടുത്തേക്ക് പോയി. സന്യാസി വ്യാപാരിക്ക് വെള്ളം കൊടുത്തു. വ്യാപാരി വെള്ളം കുടിച്ച് തിരിച്ചു വന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വ്യാപാരം വളരെ മെച്ചപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആരോഗ്യവും വളരെ മികച്ചതായി. ഏകദേശം 30 ദിവസത്തോളം വ്യാപാരി തുടർച്ചയായി സന്യാസിയുടെ അടുത്ത് വെള്ളം ശേഖരിക്കാനായി പോയി. വ്യാപാരി സന്യാസിയോട് പറഞ്ഞു, സ്വാമി, ഇപ്പോഴെന്റെ വ്യാപാരമെല്ലാം വളരെ നല്ല രീതിയിലാണ് പോകുന്നത്. കൂടാതെ എന്റെ ആരോഗ്യവും ഇപ്പോൾ വളരെ നന്നായിരിക്കുന്നു. ഇത് മുഴുവൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് സ്വാമി. സന്യാസി പറഞ്ഞു, അല്ല മകനെ,
ഇത് എൻ്റെ അനുഗ്രഹമല്ല, ഇത് നീ സ്വയം നേടിയെടുത്തതാണ്. ഞാൻ നിനക്ക് മാർഗം കാണിച്ചുവെന്നേ ഉള്ളൂ. വ്യാപാരി പറഞ്ഞു. സ്വാമി, ആ വെള്ളം പിന്നെ എന്തിനായിരുന്നു? സന്യാസി മറുപടി പറഞ്ഞു. അത് ഗംഗാജലമായിരുന്നു. അതാണ് നിനക്ക് ഞാൻ എന്നും തന്നിരുന്നത്. നീ മടിയനായതുകൊണ്ട് മാത്രമാണ് നിന്റെ ആരോഗ്യം മോശമായത്. ആ അവസരം നിന്റെ തൊഴിലാളികളെല്ലാം മുതലെടുക്കുകയായിരുന്നു. വ്യാപാരി സന്യാസിക്ക് നന്ദി പറഞ്ഞു. എന്നിട്ട് സന്തോഷത്തോടെ തിരിച്ച് വീട്ടിലെത്തി. വ്യാപാരി സന്തോഷത്തോടെ ജീവിക്കാനും തുടങ്ങി, എന്നും പുലർച്ചെ എഴുന്നേൽക്കാനും തുടങ്ങി. ദരിദ്രയായ അലക്കുകാരി. പണ്ടൊരു കാലത്ത് ബാലക്പൂർ എന്ന ഗ്രാമത്തിൽ റാണി എന്നു പേരുള്ള ഒരു പാവപ്പെട്ട അലക്കുകാരി ഉണ്ടായിരുന്നു. 2 പെൺമക്കളുണ്ടായിരുന്നു. ഒരാൾ സീത, മറ്റൊരാൾ ഗീതയും. സീത ദുരാഗ്രഹിയും അസൂയക്കാരിയുമായിരുന്നു. ഗീത വളരെ നല്ലവളും സൽസ്വഭാവിയുമായിരുന്നു. റാണി സീതയെ വിളിച്ചു. മോളെ സീതേ, മോളെ, വീട്ടിൽ മുളക് കഴിഞ്ഞിരിക്കുകയാണ്. നീ കടയിൽ പോയി വാങ്ങിയിട്ട് വരൂ. സീത ഗീതയോട് പറഞ്ഞു. ഗീതേ, നീ പോയി മുളക് വാങ്ങിക്കൊടുക്ക്. ഗീത പറഞ്ഞു. ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്, നീ പോയി വാങ്ങിയിട്ട് വാ. അല്ലെങ്കിലും അമ്മ നിന്നോടല്ലേ പറഞ്ഞത്. അപ്പോൾ സീത പറഞ്ഞു. ഞാനൊന്നും പോവില്ല, ഞാൻ കയ്യിൽ മൈലാഞ്ചി ഇട്ടിരിക്കുക. പിന്നെ ഞാൻ കുളിക്കാൻ പോവാ. കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങാടിയിലേക്ക് പോവാ. അവസാനം ഗീത തന്നെ പോയി മുളക് വാങ്ങിക്കേണ്ടി വന്നു. റാണി സീതയെയും ഗീതയെയും കൂട്ടി അങ്ങാടിയിലേക്ക് പോയി. അവിടെ സീതയ്ക്ക് ഒരു ഡ്രസ് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അവൾ റാണിയോട് പറഞ്ഞു. അമ്മേ, എനിക്ക് ഈ ഡ്രസ്സ് വേണം, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. റാണി സീതയോട് പറഞ്ഞു. മോളെ, ഈ ഡ്രസ്സ് ഭയങ്കര വിലയാണ്. ഇപ്പോൾ ഇത് വാങ്ങാനുള്ള പൈസ അമ്മയുടെ കയ്യിലില്ല. നീ 2 മാസം കൂടി കാത്തിരിക്കെ. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ തുണികൾ കഴുകി പൈസ ഉണ്ടാക്കി നിനക്ക് തീർച്ചയായും ഇത് വാങ്ങിത്തരാം. അപ്പോൾ സീത പറഞ്ഞു. പറ്റില്ല, എനിക്ക് ഇപ്പോൾ തന്നെ ഈ ഡ്രസ്സ് വേണം. റാണിക്ക് സീതയുടെ വാശിയുടെ മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വന്നു. എന്നിട്ട് അവൾക്ക് ആ വസ്ത്രം വാങ്ങിക്കൊടുത്തു. റാണി ഗീതയോട് ചോദിച്ചു. മോളെ, നീയും ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്തോളൂ. ഗീത പറഞ്ഞു. വേണ്ടമ്മേ, ഞാൻ 2 മാസം കാത്തിരുന്നോളാം. ബാക്കിയുള്ള പൈസയ്ക്ക് അമ്മ വീട്ടു സാധനങ്ങൾ വാങ്ങിക്കൂ. റാണി ഗീതയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ശരി മോളെ, നിന്റെ ഇഷ്ടം പോലെ. റാണിയും മക്കളും സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലേക്ക് വന്നു. റാണി ഒരുപാട് അധ്വാനിക്കാൻ തുടങ്ങി. അവൾ കൂടുതൽ വസ്ത്രങ്ങൾ അലക്കാൻ ആരംഭിച്ചു. അവളുടെ കഠിനാധ്വാനം മൂലം അവൾക്ക് അസുഖം പിടിപെട്ടു. ഗീതയ്ക്കും സീതയ്ക്കും വിവാഹപ്രായമായി. റാണി തൻ്റെ മക്കൾക്ക് വിവാഹം ആലോചിച്ചു. എന്നിട്ട് 2 പേരോടും പറഞ്ഞു. മക്കളെ, നിങ്ങളുടെ വിവാഹം വരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് 2 പേർക്കുമുള്ള വിവാഹ സമ്മാനം ഞാൻ നൽകാൻ പോവുകയാണ്. റാണി സീതയ്ക്ക് വളരെ ഭംഗിയുള്ള ഒരു സ്വർണമാല സമ്മാനമായി കൊടുത്തു. ഗീതയ്ക്ക് ഒരു സാധാരണ പേനയും കൊടുത്തു. പിന്നീട് റാണി മരണപ്പെടുകയും ചെയ്തു. സീത ഗീതയോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നോക്ക്, അമ്മ എനിക്ക് എത്ര വിലപിടിപ്പുള്ള മാലയാണ് തന്നതെന്ന്. നിനക്ക് വെറും ഒരു സാധാരണ പേനയും. നിനക്ക് ഇതിനേ യോഗ്യതയുള്ളൂ. നിനക്ക് എന്താണോ കിട്ടേണ്ടത് അത് തന്നെയാണ് കിട്ടിയത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. 2 മരുമക്കളും അവിടെ തന്നെ താമസമാക്കി. വീടിന്റെ ഒരു ഭാഗത്ത് സീതയും മറുഭാഗത്ത് ഗീതയും താമസമാക്കി. ഒരു ദിവസം ഗീത വീട് വൃത്തിയാക്കുന്നതിനിടയിൽ അവളുടെ അലമാരിയിൽ അമ്മ വിവാഹ സമ്മാനമായി കൊടുത്ത ആ പേന കാണുകയുണ്ടായി. ഗീത ആലോചിച്ചു. എന്നാലും അമ്മ എനിക്ക് എന്തിനാവും ഈ പേന തന്നത്? എന്തായിരിക്കും ഇതിന്റെ പ്രത്യേകത? അവൾ പേന പുറത്തെടുത്തു. അപ്പോൾ ആ ബോക്സിനുള്ളിൽ ഒരു കടലാസ് കഷ്ണം കിടക്കുന്നത് കണ്ടു. അതിലിങ്ങനെ എഴുതിയിരുന്നു. മോളെ, ഇതൊരു സാധാരണ പേനയല്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു മാന്ത്രിക പേനയാണ്. ഇതുകൊണ്ട് നീ എന്തെഴുതിയാലും അത് നിന്റെ മുന്നിൽ വന്നു ചേരും. അപ്പോൾ ഗീത ആലോചിച്ചു. ഇതിലെഴുതിയിരിക്കുന്നത് ഇനി സത്യമായിരിക്കോ? അവൾ ആ പേന കൊണ്ട് കടലാസിൽ കഴിക്കാൻ വേണ്ടി ചോളം എന്നെഴുതി.
ഉടനെ തന്നെ അവിടെയുണ്ടായിരുന്ന പാത്രത്തിൽ നല്ല സ്വാദിഷ്ടമായ ചോളം തയ്യാറായി. അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഗീതയുടെ ഭർത്താവ് ഒരു പാവപ്പെട്ട പണിക്കാരനായിരുന്നു. അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, നമുക്കൊരു തുണിക്കട ആരംഭിച്ചാലോ? ഗീതയുടെ ഭർത്താവ് പറഞ്ഞു, പക്ഷേ അതെങ്ങനെ സാധിക്കും? എന്റെ കയ്യിൽ അതിനാവശ്യമുള്ള പണമൊന്നുമില്ല. ഗീത പറഞ്ഞു, താങ്കൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. എന്റെ അമ്മ എനിക്കൊരു മാന്ത്രിക പേന തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തെഴുതിയാലും അതുടനെ തന്നെ പ്രത്യക്ഷപ്പെടും. ഗീതയുടെ ഭർത്താവ് സമ്മതിച്ചു. അവൾ ആ പേന ഉപയോഗിച്ച് ഒരുപാട് വസ്ത്രങ്ങൾ സ്വന്തമാക്കി. ഗീതയുടെ ഭർത്താവിന്റെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ടു പോയി. അവർ വളരെ പെട്ടെന്ന് തന്നെ സമ്പന്നരായി മാറി. സീതയ്ക്ക് ഇതെല്ലാം കണ്ടപ്പോൾ ഗീതയോട് അസൂയ തോന്നി. എന്നിട്ട് ആലോചിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഇത്രയും പെട്ടെന്ന് ഇവരെങ്ങനെയാണ് ഇത്രയും പണക്കാരായത്? സീത ഗീതയുടെ വീട്ടിൽ ചെന്ന് ഒളിച്ചിരുന്നു. അവൾ ഗീതയുടെയും ഭർത്താവിന്റെയും സംസാരം ഒളിച്ചിരുന്ന് കേട്ടു. ഗീതയുടെ ഭർത്താവ് ഗീതയോട് പറയുകയായിരുന്നു, ഗീത, നിന്റെ അമ്മ നിനക്ക് തന്ന മാന്ത്രിക പേന അതൊരു അത്ഭുതം തന്നെയാണ്. അതിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇന്ന് ഇത്രയും പണക്കാരായി മാറിയത്. അപ്പോൾ സീത പറഞ്ഞു, അത് ശരി, അമ്മ ഇവൾക്ക് മാന്ത്രിക പേനയാണല്ലേ കൊടുത്തത്. എന്നിട്ട് എനിക്കോ ഒരു ഉപകാരവുമില്ലാത്ത സ്വർണത്തിന്റെ ഒരു മാലയും. അവൾ അവസരം മുതലെടുത്ത് ഗീതയുടെ പേന കൈക്കലാക്കി. സീതയും ഗീതയെ പോലെ തന്നെ ആ പേന ഉപയോഗിച്ചു നോക്കി. പക്ഷെ സീതയ്ക്കൊന്നും കിട്ടിയില്ല. അവൾ ആലോചിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ഇതുകൊണ്ട് എഴുതിയപ്പോ ഗീതയ്ക്കെല്ലാം കിട്ടിയതാണല്ലോ. അവൾ ഗീതയ്ക്ക് ആ പേന തിരിച്ചു കൊടുക്കാനായി പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ പേന മോഷ്ടിച്ചതായിരുന്നു, നിന്നെ പോലെ തന്നെ ധനികയാവാൻ. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. അപ്പോൾ ഗീത പറഞ്ഞു, നിന്റെ മനസ്സിൽ നന്മയില്ല, അതുകൊണ്ടാണ് നിനക്ക് ഈ പേനയുടെ ഗുണം കിട്ടാത്തത്. സീത ഗീതയോട് പിണങ്ങി അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഗുണപാഠം: നമ്മുടെ സ്വഭാവവും നല്ല പ്രവൃത്തികളും കൊണ്ട് മാത്രമേ നമുക്ക് നല്ല ഫലം ലഭിക്കൂ. അതുകൊണ്ട് ആരോടും അസൂയ മനസ്സിൽ വെക്കാൻ പാടില്ല. മറിച്ച് സ്വയം പ്രയത്നിച്ചാൽ മാത്രമേ നമുക്ക് ഇഷ്ടമുള്ളത് നേടിയെടുക്കുവാൻ സാധിക്കൂ. കൂട്ടുകാരെ, ഇങ്ങനെയുള്ള കഥകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് ബെല്ലൈക്കണും അമർത്തൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കഥയും നഷ്ടമാവില്ല. ഇനി അടുത്ത കഥയിൽ കാണാം. ബൈ.